ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ലാറ്റിറ്റ്യൂഡ്സിനെ പറ്റി പഠിച്ചു, ഗ്ലോബ് എന്താന്ന് പഠിച്ചു, അതിൽ ആക്സിസ്, ഇക്വേറ്റർ. ലാറ്റിറ്റ്യൂഡ്സിന് പറയുന്ന മറ്റൊരു പേരാണ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് അല്ലേ. പിന്നെ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു. പിന്നെ ഇമ്പോർട്ടൻറ്റ് പാരലൽ ലാറ്റിറ്റ്യൂഡ്സ് പഠിച്ചു. ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് പാരലൽ ലാറ്റിറ്റ്യൂഡ്സ്? ദ ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് സർക്കിൾ, നോർത്ത് പോൾ, സൗത്ത് പോൾ അല്ലേ. ഇതൊക്കെ പഠിച്ചു. ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോണത് ലോങ്ജിറ്റ്യൂഡ്സ്. ലോങ്ജിറ്റ്യൂഡ്സിനുള്ള മറ്റൊരു പേരാണ് മെറിഡിയൻസ്. അപ്പം നമ്മൾ ഇത്ര നേരം പഠിച്ചത് എന്താ? ഹൊറിസോണ്ടൽ ലൈൻസിനെ പറ്റിയിട്ടായിരുന്നു. ഇനി ഗ്ലോബിൽ അതേപോലെ വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്. ആ വെർട്ടിക്കൽ ലൈൻസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ആ വെർട്ടിക്കൽ ലൈൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോങ്ജിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. സോ ദ വെർട്ടിക്കൽ ലൈൻസ് ഓൺ ദ ഗ്ലോബ് വിച്ച് റൺ ഫ്രം നോർത്ത് ടു സൗത്ത് ആർ കോൾഡ് ലോങ്ജിറ്റ്യൂഡ്സ് ഓർ മെറിഡിയൻസ്. അപ്പം അതും നോർത്ത് പോൾ ടു സൗത്ത് പോളിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതേപോലെ ദ മെറിഡിയൻ നമ്മൾ മറ്റേതിൻ്റെ ഇക്വേറ്ററിൻ്റെ സെൻറ്റർ പറഞ്ഞു അല്ലേ. പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സിൽ ഇക്വേറ്റർ ആണ് സെൻറ്റർ ലൈൻ. അതേപോലെ വെർട്ടിക്കൽ ലൈനിൽ സെൻറ്റർ ലൈൻ പാസ് ചെയ്യുന്ന സ്ഥലം ദ മെറിഡിയൻ വിച്ച് പാസ്ഡ് ത്രൂ ഗ്രീൻവിച്ച് ഈസ് കോൾഡ് പ്രൈം മെറിഡിയൻ. അതിനെയാണ് പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്. പിന്നെയോ അപ്പോൾ ഇത് മറ്റേത് പറഞ്ഞ പോലെ തന്നെ the prime meridian divides the earth into two equal vertical hemisphere. മനസ്സിലായോ? അപ്പം നമ്മൾ അവിടെ എന്താ നേരത്തെ പറഞ്ഞത് ഹൊറിസോണ്ടലായിട്ട് 2 ഹാഫ്സ് ആക്കുന്നു എന്നാണ്. ഇത് വെർട്ടിക്കലായിട്ട് വരുമ്പോൾ സെൻട്രൽ ലൈൻ വന്നിട്ട് പ്രൈം മെറിഡിയൻ ആവും. അപ്പോൾ ആ പ്രൈം മെറിഡിയൻ എർത്തിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഈക്വൽ വെർട്ടിക്കൽ ഹെമിസ്ഫിയേഴ്സ് ആണ് കിട്ടുന്നത്. അത് ഏതൊക്കെയാണ് നോക്കൂ. the east hemisphere and the west hemisphere. ഓക്കെ, പിന്നെ അതേപോലെ നമ്മുടെ ഇക്വേറ്ററിൻ്റെ സെൻറ്റർ ലൈനിൽ 0 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്രൈം മെറിഡിയൻ്റെ വാല്യൂ ഈസ് 0 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ്സ്. ഇവിടെ 0 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡാണ്. ഇനി നമ്മൾ നേരത്തെ ഇതിൽ പഠിച്ച പോലെ ഫീച്ചേഴ്സ് ഓഫ് ലോങ്ജിറ്റ്യൂഡ്സ് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്? ദീസ് ലൈൻസ് ആർ നോട്ട് പാരലൽ ബട്ട് മീറ്റ് വൺ അനദർ അറ്റ് ദ പോൾസ്. മറ്റേ ലാറ്റിറ്റ്യൂഡ്സിൽ പാരലൽ ആയിരുന്നു. ഇവിടെ അത് പാരലൽ അല്ല, പക്ഷെ രണ്ടറ്റും അതിൻ്റെ മുട്ടുന്നുണ്ട്. പിന്നെയോ ഓൾ മെറിഡിയൻസ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. എല്ലാ മെറിഡിയൻസിൻ്റെയും ലെങ്ത് ഈക്വൽ ആണ്. The prime meridian passes through Greenwich near London in England is 0 degree. Next, longitudes to the east of Greenwich are called east longitudes and those to the west are called west longitudes. അപ്പോൾ ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഇ, വെസ്റ്റ് ഇതിൽ സൈഡിലുള്ളതിനെ പറയുന്നത് വെസ്റ്റ് ലോങ്ജിറ്റ്യൂഡ്സ്. ദാറ്റ് ഡിനോട്ട്സ് ഡബ്ല്യു, ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു. നൗ ഇമ്പോർട്ടൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ജിറ്റ്യൂഡ്സ്. അപ്പോൾ ഇങ്ങനെ 2 ലൈൻ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലോബിൽ ഈ വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും എന്തിനാണ്? ഏതെങ്കിലും ഒന്ന് പോരെ അല്ലേ, നമുക്ക് വിചാരിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? എന്തിനായിരുന്നു അതിൻ്റെ ആവശ്യം എന്താണ്? Latitudes and longitudes make a crisscross network on the globe. This is called grid. അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും ക്രോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലോബിൽ ഒരു ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഗ്രിഡ് എന്ന് പറയുന്നത്. ഗ്രിഡ്. These imaginary lines help us to locate a place on the earth quickly and accurately. അപ്പോൾ ഇത് നമുക്ക് എന്തിനാ ഹെൽപ്പ് ചെയ്യുക? ഗ്ലോബിലൊരു സ്ഥലം അല്ലെങ്കിൽ എർത്തിൽ ഭൂമിയിലൊരു സ്ഥലം കണ്ടുപിടിക്കാൻ ഇത് ഈസിയാണ്, അത് അക്യുറേറ്റ് ആയിരിക്കും.
അടുത്തത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, അതിനാണ് IST എന്ന് പറയുക. എന്താണത് നോക്കാം. ദ ലോങ്റ്റിറ്റ്യൂഡ് ഓഫ് 82.5 degree ഈസ്റ്റ്, ദാറ്റ് ഈസ് 82 degree 30 minutes ഈസ്റ്റ് ഈസ് ട്രീറ്റഡ് ആസ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. അപ്പം നമ്മളത് സമയം എടുക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മെറിഡിയൻ വേണം. അത് നമ്മൾ എടുത്തിരിക്കുന്ന ലോങ്റ്റിറ്റ്യൂഡ്, അതായത് വെർട്ടിക്കൽ ലൈൻ 82.5 degree ഈസ്റ്റിലുള്ളതാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് എടുക്കുന്നത്, ദാറ്റ് ഈസ് IST. ദ IST ഈസ് 5 hours 30 minutes ahead of GMT. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 5 hours 30 minutes കൂടുതലാണ് ഗ്രീൻവിച്ച് മീൻ ടൈമിൽ നിന്നും. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഗ്രീൻവിച്ച് മീൻ ടൈം എന്നറിയണ്ടേ? GMT, the full form of GMT is Greenwich Mean Time. It is the yearly average of the time each day when the sun crosses the prime meridian at Greenwich. ഓരോ ദിവസവും കൊല്ലത്തിലെ ആവറേജ് ടൈമാണ് എടുക്കുക, ആവറേജ് എടുക്കുള്ളൂ. ഓരോ ദിവസവും സൂര്യൻ പ്രൈം മെറിഡിയൻ ക്രോസ് ചെയ്യുന്ന, ഗ്രീൻവിച്ചിലുള്ള പ്രൈം മെറിഡിയൻ ക്രോസ് ചെയ്യുന്ന ടൈം എടുത്തിട്ട് അതിൻ്റെ ആവറേജാണ് ഈ ഗ്രീൻവിച്ച് മീൻ ടൈം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ലെസൺ, ഗ്ലോബ്, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്റ്റിറ്റ്യൂഡ്സ്. മനസ്സിലായോ? സോ ടെക്സ്റ്റ് വായിക്കുക. ഇപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ലിസൺ, അണ്ടർസ്റ്റാൻഡ്, റീഡ് ദ ടെക്സ്റ്റ് കേട്ടോ. ആ ചാപ്റ്റർ വായിക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഇടയിലുള്ള ടൈം മെഷർമെൻറ്റിൻ്റെ ഇതുണ്ട്, അത് നമുക്ക് ക്ലാസ്സിൽ, ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ചിൽഡ്രൻ? അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കൂ, ശ്രദ്ധിച്ച് കേട്ടിട്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ചിൽഡ്രൻ.